ചരിത്രത്തിൽ ആദ്യമായി 48 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ലോക ഫുട്ബോൾ മാമാങ്കത്തിലേക്ക് ഇനി അധിക നാളുകളില്ല. 2026 ഫിഫ ലോകകപ്പ് ജൂൺ 11 മുതൽ ജൂലൈ 19 വരെയാണ്. കാനഡ, മെക്സിക്കോ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നീ 3 രാജ്യങ്ങൾ ആദ്യമായി ലോകകപ്പിന് ആതിഥ്യമരുളുകയാണ്. 3 രാജ്യങ്ങൾ ആതിഥേയത്വം വഹിക്കുന്ന ആദ്യ ലോകകപ്പ് കൂടിയാണിത്. വിവിധ വൻകരകളിൽ നിന്നായി ഇതിനകം 13 രാജ്യങ്ങളാണ് ലോകകപ്പിന് യോഗ്യത നേടിയത്. ഏഷ്യയിൽ നിന്ന് 6 ടീമുകൾ ഇതുവരെ അർഹത നേടി. ജപ്പാൻ, ഇറാൻ, ദക്ഷിണ കൊറിയ, ഓസ്ട്രേലിയ, ജോർദാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നിവയാണിവ. ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് അർജന്റീന, ബ്രസീൽ, ഇക്വഡോർ എന്നീ രാജ്യങ്ങളും ഓഷ്യാനിയ മേഖലയിൽ നിന്ന് ന്യൂസിലാൻഡും യോഗ്യത നേടിയിട്ടുണ്ട്. കാനഡ, മെക്സിക്കോ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നീ 3 രാജ്യങ്ങൾ ആതിഥേയർ എന്ന നിലയിലും ലോകകപ്പ് കളിക്കും. ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ ലോകകപ്പ് യോഗ്യതാ റൗണ്ടിന്റെ 3ാം ഘട്ടം 2024 സെപ്റ്റംബർ 5-നാണ് ആരംഭിച്ചത്. 2ാം റൗണ്ടിൽ നിന്ന് മുന്നേറിയ 18 ടീമുകളാണ് 6 ടീമുകൾ വീതമുള്ള 3 ഗ്രൂപ്പുകളായി മത്സരിക്കുന്നത്. അതായത് 9 ഗ്രൂപ്പ് വിജയികളും 9 ഗ്രൂപ്പ് റണ്ണേഴ്സ് അപ്പും ആയിരിക്കും ഇത്. ഓരോ ഗ്രൂപ്പിലെയും മികച്ച 2 ടീമുകൾ 2026 ഫിഫ ലോകകപ്പിന് നേരിട്ട് യോഗ്യത നേടും. 3ാമത്തെയും 4ാമത്തെയും സ്ഥാനക്കാർ 4ാം റൗണ്ടിലേക്ക് മുന്നേറും. ടീമുകൾ ആകെ 10 മത്സരങ്ങൾ കളിക്കും. 5 ഹോം മത്സരങ്ങൾ, 5 എവേ ഗെയിമുകൾ എന്നിവയായിരിക്കും അത്. ഏഷ്യയിൽ നിന്ന് ലോകകപ്പ് യോഗ്യത നേടിയ ജപ്പാൻ ഗ്രൂപ്പ് സി ജേതാക്കളായി ക്യാമ്പയിൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. അവസാന മാച്ചിൽ പാട്രിക് ക്ലൈവർട്ടിന്റെ ഇന്തോനേഷ്യയെ ജപ്പാൻ 6-0 പരാജയപ്പെടുത്തി. 10 മത്സരങ്ങളിൽ 30 ഗോളുകളാണ് ജപ്പാൻ അടിച്ചുകൂട്ടിയത്. ക്രിസ്റ്റൽ പാലസ് ഫോർവേഡ് ഡൈച്ചി കമാഡ ജപ്പാന് വേണ്ടി 2 ഗോളുകൾ നേടിയിട്ടുണ്ട്. ദക്ഷിണ കൊറിയ കുവൈത്തിനെതിരെ 4-0 വിജയിച്ചു. പാരീസ് സെന്റ് ജെർമനിലെ ലീകാങ് ഇൻ ദക്ഷിണ കൊറിയയുടെ സ്കോറർമാരിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ ഏഷ്യൻ വമ്പന്മാർ തുടർച്ചയായി 11ാം തവണയാണ് ലോകകപ്പ് കളിക്കുന്നത്. ഗ്രൂപ്പ് സിയിൽ നിന്ന് ലോകകപ്പ് യോഗ്യത നേടാതെ പുറത്തായ ചൈന 1-0 ബഹ്റൈനെതിരെ ആശ്വാസ ജയം നേടിയിട്ടുണ്ട്. 90ാം മിനിറ്റിൽ വാങ് യുഡോങ്ങിന്റെ പെനാൽറ്റിയിലൂടെയായിരുന്നു വിജയം. ഏഷ്യയിൽ നിന്ന് 2 രാജ്യങ്ങൾക്ക് കൂടി ഇനി നേരിട്ട് യോഗ്യത ലഭിക്കും. ലാറ്റിൻ അമേരിക്കൻ യോഗ്യതാ റൗണ്ടിൽ ബ്രസീൽ പരാഗ്വേയെ 1-0 പരാജയപ്പെടുത്തിയാണ് സ്ഥാനം ഉറപ്പിച്ചത്. ഈ വിജയത്തോടെ മേഖലയിൽ നിന്ന് ആദ്യ 6 സ്ഥാനങ്ങളിലൊന്ന് ബ്രസീൽ ഉറപ്പാക്കി. ഇതോടെ ഫിഫ ലോകകപ്പിന്റെ എല്ലാ പതിപ്പിനും യോഗ്യത നേടുന്ന ഏക ടീം എന്ന ബഹുമതി ബ്രസീൽ നിലനിർത്തുകയും ചെയ്തു. സാവോപോളോയിലെ കൊറിന്ത്യൻസ് അരീനയിൽ നടന്ന മത്സരത്തിൽ വിനീഷ്യസ് ജൂനിയർ ആണ് ബ്രസീലിന്റെ വിജയ ഗോൾ നേടിയത്. 44ാം മിനിറ്റിൽ മാത്യൂസ് കുൻഹയുടെ പാസിൽ ക്ലോസ് റേഞ്ചിൽ നിന്നാണ് വിനീഷ്യസ് വലകുലുക്കിയത്. പേശിക്കേറ്റ പരിക്കിൽ നിന്ന് കരകയറാൻ പാടുപെടുന്ന നെയ്മർ ടീമിൽ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞയാഴ്ച കോവിഡ് കൂടി സ്ഥിരീകരിച്ചതിനാൽ അദ്ദേഹം ചികിത്സയിലാണ്. ബ്രസീലിനായി 128 മത്സരങ്ങളിൽ നിന്ന് നെയ്മർ 79 ഗോളുകൾ നേടിയിട്ടുണ്ട്. 2023 ഒക്ടോബറിൽ ഉറുഗ്വേക്കെതിരായ ലോകകപ്പ് യോഗ്യതാ മത്സരമായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന അന്താരാഷ്ട്ര മത്സരം. എന്തായാലും നിലവിൽ 10 രാജ്യങ്ങൾ മാറ്റുരയ്ക്കുന്ന ലാറ്റിൻ അമേരിക്കയിലെ അവസാനഘട്ട യോഗ്യതാ റൗണ്ടിൽ എല്ലാ ടീമുകളുടെയും 16 മത്സരങ്ങൾ വീതം പൂർത്തിയായി കഴിഞ്ഞു. ടീമുകളെല്ലാം പരസ്പരം ഓരോ ഹോം എവേ മാച്ചുകളാണ് കളിക്കുന്നത്. 11 വിജയങ്ങളും 2 സമനിലയുമായി അർജന്റീന 1ാം സ്ഥാനത്തോടെ നേരത്തെ തന്നെ ലോകകപ്പിന് യോഗ്യത നേടിയിരുന്നു. 7 വിജയങ്ങളും 4 സമനിലകളുമുള്ള ഇക്വഡോറും ബ്രസീലും 25 പോയിന്റുകളോടെ 2ഉം 3ഉം സ്ഥാനങ്ങളിലാണ്. ഉറുഗ്വേ, പരാഗ്വേ, കൊളംബിയ ടീമുകളാണ് 4 മുതൽ 6 വരെ സ്ഥാനങ്ങളിൽ. ഇന്റർ കോണ്ടിനെന്റൽ പ്ലേ ഓഫ് കളിക്കാനുള്ള അർഹത ലഭിക്കുന്ന 7ാം സ്ഥാനത്ത് വെനിസ്വേലയാണ് ഇപ്പോഴുള്ളത്.